ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കസ്റ്റമറുടെ അളവ് വെച്ച് ഒരു പെർഫെക്റ്റ് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. 37.5 ഇഞ്ച് ചെസ്റ്റും 40 ഇഞ്ച് ബസ്റ്റുമുള്ള ഈ ബ്ലൗസ് തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ വിവരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ഫാബ്രിക്കിന്റെ താഴെ ഭാഗത്തായി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി ഈ ലൈനിന് മുകളിലായി 1/2 ഇഞ്ച് വിട്ട് മറ്റൊന്നുകൂടി മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ തയ്യൽ ഭാഗത്തിനായി അല്ലെങ്കിൽ സ്റ്റിച്ച് അലോവൻസിനായുള്ള ഗ്യാപ്പാണ്. അടുത്തതായി ബ്ലൗസിന്റെ ലെങ്ത് ആണ് നോക്കുന്നത്. ഇതിന്റെ ലെങ്ത് 16.5 ഇഞ്ചാണ്. അതിന്റെ കൂടെ ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലോവൻസ് കൂടി ചേർത്ത് 17 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇനിയുള്ള സ്റ്റെപ്പ് വളരെ ശ്രദ്ധിക്കണം. ഷോൾഡർ കാൽക്കുലേഷൻ. നമുക്ക് ടോട്ടൽ ഷോൾഡർ 16 ഇഞ്ചാണ് കിട്ടിയത്. അതിന്റെ പകുതി 8 ഇഞ്ചാണ് ബേസ്. എന്നാൽ ബാക്ക് നെക്ക് 4 ഇഞ്ച് ആയതുകൊണ്ട് 2 മുതൽ 4 ഇഞ്ച് വരെയുള്ള ഓരോ ഇഞ്ചിനും 1/4 ഇഞ്ച് വീതം കുറയ്ക്കണം. അങ്ങനെ 3 വട്ടം കുറയ്ക്കുമ്പോൾ 3/4 ഇഞ്ച് കുറവ് വരും. അപ്പോൾ നമ്മുടെ ഫൈനൽ ഷോൾഡർ 7.25 ഇഞ്ച് മതി. അതേ മെഷർമെന്റ് തന്നെ താഴേക്കും, അതായത് ആം ഹോൾ ഡെപ്തിനായി മാർക്ക് ചെയ്യാം. ഇനി ചെസ്റ്റ് മെഷർമെന്റ് നോക്കാം. 37.5 ഇഞ്ച് ചെസ്റ്റിന്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂടെ ഈസ് ചെയ്ത് 40.5 കിട്ടും. അതിന്റെ 4/1 എന്ന കണക്കിൽ 10 ഇഞ്ചും പോയിന്റും നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ആം ഹോൾ റൗണ്ട് 17.5 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1 ഇഞ്ച് ഈസ് ചേർത്ത് 18.5 ആകും. അതിന്റെ പകുതി 9.25 ഇഞ്ചാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ വരച്ച ആം ഹോൾ കർവിൽ ഈ 9.25 കറക്റ്റായി കിട്ടുന്നുണ്ടല്ലോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേസ്റ്റ് 35.5 ഇഞ്ചിന്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ ചേർത്ത് 36 ഇഞ്ച് എടുക്കുക. അതിന്റെ 4/1 9 ഇഞ്ച് വരും. ബാക്ക് ടക്കിന് വേണ്ടി ഒരു 3/4 ഇഞ്ച് കൂടെ കൂട്ടി 9.25 മാർക്ക് ചെയ്യാം. എക്സ്ട്രാ ഫാബ്രിക്കായി നമ്മൾക്കിവിടെ 2 ഇഞ്ച് കൊടുക്കാം. സ്റ്റിച്ചിങ് കഴിഞ്ഞ് എക്സസ് തോന്നിയാൽ അത് 1.25 ഇഞ്ചായി കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ടക്ക് മാർക്ക് ചെയ്യാനായി വേസ്റ്റ് ലൈനിലുള്ള 9.25ന്റെ പകുതി, അതായത് 4.25 പോയിന്റും ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതിൽ നിന്നും മുകളിലോട്ട് 5.5 ഇഞ്ച് ലെങ്കിൽ നമുക്ക് ടക്ക് ലൈൻ വരയ്ക്കാം. ഇനി നെക്ക് മാർക്ക് ചെയ്യാം. ഷോൾഡർ വിക്തിന്റെ പകുതി ആയ 3.25 ഇഞ്ച് നെക്ക് വിക്തായി എടുക്കുക. ബാക്ക് നെക്ക് ഡെപ്ത് 4 ഇഞ്ച് താഴേക്കായി മാർക്ക് ചെയ്യാം. ഒരു ഷേപ്പർ ഉപയോഗിച്ച് നല്ല റൗണ്ട് ഷേപ്പിൽ നെക്ക് വരച്ചെടുക്കുക. ബാക്ക് പീസിന്റെ മാർക്കിംഗ് മൊത്തം കഴിഞ്ഞു. ഇനി മാർക്കിങ്സിലൂടെ നമുക്ക് ബാക്ക് പീസ് ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് മാറ്റാം.